പ്രിയ വിദ്യാർത്ഥികളെ, ലിബ്രിയോഫീസ് കാൽക്കിൽ വരുന്ന ഫങ്ഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡേറ്റ് ആൻഡ് ടൈം ഫംഗ്ഷൻ, ലോജിക്കൽ ഫംഗ്ഷൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻ, ഈ 3 കാറ്റഗറി ഫംഗ്ഷൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തു. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ആണ്. എന്തൊക്കെയാണ് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് എന്ന് നമുക്ക് നോക്കാം. The following mathematical functions are mainly used in business application. ലിബ്രിയോഫീസ് കാൽക്ക് എന്ന് പറയുന്ന സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൽ കുറേയധികം മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് അവൈലബിൾ ആണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ബിസിനസ് ആപ്ലിക്കേഷൻസിൽ വരുന്ന ചില ഫംഗ്ഷൻസ് മാത്രമാണ് നമുക്ക് ഈ വർഷം പഠിക്കാനുള്ളത്. അതിൽ പ്രധാനമായിട്ടും വരുന്നത് ഒന്ന് സം, ദെൻ സം ഇഫ്, റൗണ്ട്, റൗണ്ട് അപ്പ് ആൻഡ് റൗണ്ട് ഡൗൺ. സമ്മ്, സം ഇഫ്, റൗണ്ട്, റൗണ്ട് അപ്പ് ആൻഡ് റൗണ്ട് ഡൗൺ. ഈ 5 ഫങ്ഷൻസും പ്രാക്ടിക്കലായിട്ട് ഞാൻ ആദ്യം പ്രസൻറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ തിയറി, സിൻടാക്സ് കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാം. ഒരു ഡിപ്രീസിയേഷൻ ടേബിളാണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. പ്രധാനമായും 3 ഡാറ്റയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണത്? ഫസ്റ്റ് കോളത്തിൽ നെയിം ഓഫ് അസറ്റ്, സെക്കൻഡ് കോളം വാല്യൂ ഓഫ് അസറ്റ് ആൻഡ് തേർഡ് കോളം ഡിപ്രീസിയേഷൻ. നമുക്ക് 2 കാര്യങ്ങളാണ് അറിയേണ്ടത്. ഒന്ന്, ടോട്ടൽ വാല്യൂ ഓഫ് അസറ്റ്, എല്ലാ അസറ്റുകളുടെയും ടോട്ടൽ വാല്യൂ എത്രയാണെന്ന് അറിയണം. അതുപോലെ തന്നെ ടോട്ടൽ ഡിപ്രീസിയേഷൻ എത്രയാണെന്നും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഈ 2 ടോട്ടലുകൾ കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു സ്പ്രെഡ്ഷീറ്റ് ഫംഗ്ഷനാണ് സം. സം എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ പല മെത്തേഡിൽ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഡാറ്റ ഇൻപുട്ട് ചെയ്യാൻ കഴിയും. ആദ്യം ഞാൻ സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിളാണ് കാണിക്കുന്നത്. ശ്രദ്ധിക്കുക നിങ്ങൾ. ഈക്വൽ ടു സം വിത്തിൻ ബ്രാക്കറ്റ്, ദെൻ ആഡ് ചെയ്യേണ്ട നമ്പറുകൾ നമ്മൾ ഇൻപുട്ട് ചെയ്യണം. നമ്പറുകൾ ഇൻപുട്ട് ചെയ്യുന്ന സമയത്ത് കോമ യൂസ് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്യണം. 25, 35, 45. 3 നമ്പറുകളാണ് ഞാൻ ഇൻപുട്ട് ചെയ്തിട്ടുള്ളത്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ ചെയ്തു. അങ്ങനെ വരുമ്പോൾ 3 നമ്പറുകളുടെ ടോട്ടലാണ് അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇതിന് പകരം നമ്പർ ഡയറക്റ്റായിട്ട് ഇൻപുട്ട് ചെയ്യുന്നതിന് പകരം സം വിത്തിൻ ബ്രാക്കറ്റ് സെൽ അഡ്രസ്സുകൾ കൊടുക്കാം. ഈ ആദ്യത്തെ 2 അസറ്റുകളുടെ ഡിപ്രീസിയേഷൻ്റെ ടോട്ടൽ അറിയണമെങ്കിൽ ആദ്യത്തെ സെല്ലിൻ്റെ അഡ്രസ്സ് ടൈപ്പ് ചെയ്യണം. എന്ന് പറയുമ്പോൾ C2, ദെൻ C3. 2 സെല്ലുകളിലുള്ള അസറ്റുകളുടെ ഡിപ്രീസിയേഷൻ്റെ ടോട്ടൽ കാണാൻ വേണ്ടി നമ്മൾ എന്ത് ഇൻപുട്ട് ചെയ്തിട്ടുണ്ട്? ആർഗ്യുമെൻ്റ് ആയിട്ട് സെൽ അഡ്രസ്സുകളാണ് ഇൻപുട്ട് ചെയ്തിട്ടുള്ളത്. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആദ്യത്തെ 2 സെല്ലുകളിൽ എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ ആദ്യത്തെ 2 അസറ്റുകളുടെ ഡിപ്രീസിയേഷൻ്റെ ടോട്ടലാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ നമുക്ക് എന്ത് കണ്ടെത്താൻ കഴിയും? ടോട്ടൽ കണ്ടെത്താൻ കഴിയും. ഇനി നമ്മൾ കണ്ടെത്തുന്നത് അസറ്റുകളുടെ ടോട്ടൽ കണ്ടെത്തണം. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് അസറ്റുകളുടെ ഏറ്റവും താഴെ ഇവിടെ ടോട്ടലിന് വേണ്ടിയിട്ട് ഇക്വേഷൻ കൊടുക്കാം. ഇസ് ഈക്വൽ ടു സം വിത്തിൻ ബ്രാക്കറ്റ്. ഇവിടെ നമുക്ക് റേഞ്ച് കൊടുക്കാം. കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഒരു ഏരിയയിലുള്ള നമ്പറുകളുടെ അല്ലെങ്കിൽ എമൗണ്ടുകളുടെ ടോട്ടൽ കണ്ടെത്തുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റേഞ്ചുകൾ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് സെൽ അഡ്രസ്സും എൻഡിങ് സെൽ അഡ്രസ്സും നമ്മൾ ഇൻപുട്ട് ചെയ്താൽ മതി. അങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് അസറ്റിൻ്റെ വാല്യൂ വരുന്നത് ഏത് സെല്ലിലാണ്? B2 എന്ന് പറയുന്ന സെല്ലിലാണ്. അത് കഴിഞ്ഞ് കോളൻ, ഇത് ലാസ്റ്റ് സെൽ അഡ്രസ്സ്. ആ റേഞ്ചിലെ ലാസ്റ്റ് സെൽ അഡ്രസ്സ് എത്രയാണ്? ഏതാണ്? B6 ആണ്. അത് കഴിഞ്ഞ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ പ്രസ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടി? അസറ്റുകളുടെ ടോട്ടൽ 19 lakh എന്ന് കിട്ടിയിട്ടുണ്ട്. ദെൻ ഡിപ്രീസിയേഷൻ്റെ ടോട്ടൽ കാണണമെങ്കിലും ഇതേ ഫംഗ്ഷൻ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇസ് ഈക്വൽ ടു സം വിത്തിൻ ബ്രാക്കറ്റ് ഫസ്റ്റ് സെൽ അഡ്രസ്സ്, കോളൻ, ലാസ്റ്റ് സെൽ അഡ്രസ്സ്, ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ പ്രസ് ചെയ്യുക. സെല്ലുകളിലെ നമ്പറുകൾ ആഡ് ചെയ്യാൻ, അതല്ലെങ്കിൽ റേഞ്ച് ഓഫ് സെല്ലിലെ നമ്പറുകൾ ആഡ് ചെയ്യാൻ നമുക്ക് ഏത് യൂസ് ചെയ്യാൻ കഴിയും? സം എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഈ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ഡാറ്റ ശ്രദ്ധിക്കുക. നേരത്തെ സെയിം ഡാറ്റയാണ്, പക്ഷെ അതിൻ്റെ തൊട്ട് താഴെയായി 5 ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ താഴെ തന്നിട്ടുള്ള 5 ക്വസ്റ്റ്യൻസിനുള്ള ആൻസറാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അതിനാവശ്യമായിട്ടുള്ള ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കണം. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ടോട്ടൽ ഡിപ്രീസിയേഷൻ ഓഫ് ദോസ് അസറ്റ്സ് വിച്ച് ഈസ് മോർ ദാൻ 4 lakh. അപ്പോൾ ഡിപ്രീസിയേഷൻ്റെ ടോട്ടലാണ് നമുക്ക് കാണേണ്ടത്. പക്ഷെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. എന്താണ് കണ്ടീഷൻ?
അസറ്റിൻ്റെ വില 4 ലക്ഷത്തിൽ കൂടുതലാവണം. അപ്പോൾ 4 ലക്ഷത്തിൽ കൂടുതൽ വിലയുള്ള അസറ്റുകളുടെ ഡിപ്രീസിയേഷൻ എത്രയാണോ അത് കണ്ടെത്തി അതിൻ്റെ ടോട്ടലാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടേണ്ടത്. ഇപ്പോൾ ഇവിടെ സം എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ ഇത്തരം കണ്ടീഷൻസ് നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഒരു കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ട് ടോട്ടൽ കാണണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ്, ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷനാണ് സം ഇഫ്. ഇപ്പോൾ സം ഇഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എൻ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആദ്യം ഇസ് ഈക്വൽ ടു സിമ്പിൾ, ദെൻ സം ഇഫ് SUMIF, ദെൻ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യണം. ദെൻ ആദ്യം ഇൻപുട്ട് ചെയ്യേണ്ടത് ഈ 4 lakh എന്ന് പറയുന്ന എമൗണ്ട് അത് നമ്മൾ എവിടെയാണ് സെർച്ച് ചെയ്യേണ്ടത്, ആ കണ്ടീഷൻ സെർച്ച് ചെയ്യേണ്ട റേഞ്ച് എവിടെയാണ് നമുക്കറിയാൻ പറ്റും. അത് അസറ്റിൻ്റെ വാല്യൂ ആണ്. അസറ്റിൻ്റെ വാല്യൂ എഴുതിയ റേഞ്ചാണ് നമ്മളവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. മൗസ് യൂസ് ചെയ്ത് സെലക്ട് ചെയ്യാം. B2 to B6 ആണ് അതിൻ്റെ റേഞ്ച്. അപ്പോൾ ആദ്യം ഇസ് ഈക്വൽ ടു സം ഇഫ് വിത്തിൻ ബ്രാക്കറ്റിൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കണ്ടീഷൻ ഏത് റേഞ്ച് ഓഫ് സെല്ലിലാണോ അപ്ലൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എവിടെയാണോ അത് കണ്ടെത്തേണ്ടത് ആ റേഞ്ച് ഓഫ് സെല്ലാണ് നമ്മൾ ആദ്യം ഇൻപുട്ട് ചെയ്യുന്നത്. ദെൻ കോമ. ദെൻ അതിനുശേഷം കൊടുക്കേണ്ടത് ക്രൈറ്റീരിയ ഓർ കണ്ടീഷൻ. കണ്ടീഷൻ കൊടുക്കുന്ന സമയത്ത് അത് ഡബിൾ കോട്ട്സിലാണ് കൊടുക്കേണ്ടത്. ഡബിൾ കോട്ട്സ് സ്റ്റാർട്ട് ചെയ്തു. എന്താണ് കണ്ടീഷൻ? ഗ്രേറ്റർ ദാൻ 4 lakh. ഗ്രേറ്റർ ദാൻ 4 lakh. ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്തു. ദെൻ എഗെയിൻ കോമ. ആദ്യം സെർച്ച് ചെയ്യേണ്ട റേഞ്ച് കൊടുത്തു. ദെൻ കണ്ടീഷൻ ഇൻപുട്ട് ചെയ്തു. ഇനി ടോട്ടൽ ചെയ്യേണ്ട നമ്പറുകൾ അല്ലെങ്കിൽ എമൗണ്ടുകൾ ഏത് റേഞ്ചിലാണ്? ഡിപ്രീസിയേഷനാണ് ടോട്ടൽ ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഡിപ്രീസിയേഷൻ്റെ റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കണം. C2 to C6. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. ദെൻ നമ്മൾ എൻ്റർ പ്രസ് ചെയ്യാം. ഇപ്പോൾ 1,50,000 ആണ് ആൻസർ വന്നിട്ടുള്ളത്. 4 ലക്ഷത്തിൽ കൂടുതൽ വിലയുള്ള അസറ്റുകൾ ഏതൊക്കെയാണ്? ഒന്ന് ലാൻഡ്, പിന്നെ പ്ലാന്റ്. അല്ലേ, ഇത് രണ്ടുമാണ് 4 ലക്ഷത്തിൽ കൂടുതൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡിപ്രീസിയേഷൻ്റെ ടോട്ടൽ മാത്രമാണ് ഇവിടെ വരുന്നത്. 90,000 പ്ലസ് 60,000. ഒന്നാമത്തിൻ്റെ ആൻസർ നമുക്ക് കിട്ടി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ടോട്ടൽ ഡിപ്രീസിയേഷൻ ഓഫ് ദോസ് അസറ്റ്സ് വിച്ച് ഈസ് ലെസ് ദാൻ 3,50,000. 3,50,000 കുറവുള്ള വിലയുള്ള അസറ്റുകളുടെ ഡിപ്രീസിയേഷൻ്റെ ടോട്ടൽ ചെയ്യണം. ഇതിനു വേണ്ടി ആദ്യം is equal to sum if within bracket സെർച്ച് ചെയ്യേണ്ട റേഞ്ച് സെലക്ട് ചെയ്തു, കോമ, കണ്ടീഷൻ ലെസ് ദാൻ 3,50,000, ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്തു, അഗെയിൻ കോമ, ദെൻ ടോട്ടൽ ചെയ്യേണ്ട റേഞ്ച് സെലക്ട് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ പ്രസ് ചെയ്യുക. ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് 95,000 ആണ്. 3.5 ലക്ഷത്തിൽ കുറവുള്ള അസറ്റുകൾ എന്ന് കണ്ടെത്തി നോക്കുക. അപ്പോൾ 3 ലക്ഷത്തിൻ്റെ ഒരു അസറ്റ് ഉണ്ട്, 2.5 ലക്ഷത്തിൻ്റെയും 1 ലക്ഷത്തിൻ്റെയും അസറ്റ് ഉണ്ട്. അപ്പോൾ ഈ 3 അസറ്റുകളുടെ ടോട്ടലാണ് വരുന്നത്. ബിൽഡിംഗ്, മെഷീനറി, ഫർണിച്ചർ. 45,000 പ്ലസ് 30,000 പ്ലസ് 20,000. ഇതിൻ്റെ ടോട്ടലാണ് എത്ര കിട്ടുന്നത്? 95,000 കിട്ടുന്നത്. അപ്പോൾ ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ് ഏത് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്? സം ഇഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടോട്ടൽ ഓഫ് ഡിപ്രീസിയേഷൻ ഓഫ് ദോസ് അസറ്റ്സ് വിച്ച് ഈസ് എക്സാക്ട്ലി 3 lakh. ഇനി കാണേണ്ടത് എന്താണ്? 3 ലക്ഷം രൂപ വിലയുള്ള ഫിക്സഡ് അസറ്റുകളുടെ ഡിപ്രീസിയേഷൻ്റെ ടോട്ടൽ ഇസ് ഈക്വൽ ടു സം ഇഫ് വിത്തിൻ ബ്രാക്കറ്റ് അസറ്റിൻ്റെ വാല്യൂ വരുന്ന റേഞ്ച് സെലക്ട് ചെയ്തു, കോമ, ഡബിൾ കോട്ട്സിൽ കണ്ടീഷൻ എന്താണ്? ഇസ് ഈക്വൽ ടു 3 lakh. ക്ലോസ് ചെയ്തു, ദെൻ ഡിപ്രീസിയേഷൻ്റെ റേഞ്ച് സെലക്ട് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ അടിച്ചു. 45,000 ആണ് ആൻസർ വന്നിട്ടുള്ളത്. 3 lakh എന്ന് പറയുന്ന വാല്യൂ വരുന്ന അസറ്റ് ആകെ ഒന്ന് മാത്രമാണ് വരുന്നത്, ബിൽഡിംഗ്. അതിൻ്റെ ഡിപ്രീസിയേഷൻ എമൗണ്ട് 45,000 ആണ്. അതാണ് ആൻസർ ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? അസറ്റിൻ്റെ ടോട്ടലാണ്. ടോട്ടൽ വാല്യൂ ഓഫ് അസറ്റ്സ് വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 lakh. ഇതാണ് ഇക്വേഷൻ. നോക്കാം. ഈക്വൽ ടു സം ഇഫ് ആദ്യം 3 lakh സെർച്ച് ചെയ്യേണ്ട റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുത്തു, കോമ, അത് കഴിഞ്ഞ് കണ്ടീഷൻ എന്താണ്? കണ്ടീഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 lakh. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 lakh. ദെൻ ഇപ്പോൾ ഈ കേസിൽ സെർച്ച് ചെയ്യുന്ന ഏരിയയും ടോട്ടൽ ചെയ്യേണ്ട ഏരിയയും സെയിം ആണ്. വാല്യൂ ഓഫ് അസറ്റാണ് സെർച്ച് ചെയ്യുന്നതും വാല്യൂ ഓഫ് അസറ്റാണ് ടോട്ടൽ ചെയ്യുന്നതും. അപ്പോൾ റേഞ്ചും ദെൻ റേഞ്ച് സമ്മും ഈക്വൽ ആണ്.
അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ലാസ്റ്റ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്, തേർഡ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഓപ്ഷണലാണ്. ഇത്രയും എഴുതി നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ പ്രസ് ചെയ്യുക. 6,50,000 ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുക. 3 ലക്ഷം അതല്ലെങ്കിൽ കുറവ്. ഈ 3 അസറ്റുകളുടെ ടോട്ടലാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ. 3 ലക്ഷം, 2 ലക്ഷം, 1 ലക്ഷം. 3 ലക്ഷം അതിൽ കുറവുള്ള അസറ്റുകളാണ്. ടോട്ടൽ എത്ര വരുന്നുണ്ട്? 6,50,000. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ടോട്ടൽ വാല്യൂ ഓഫ് അസറ്റ്സ് വിച്ച് ഈസ് മോർ ദാൻ ഓർ ഈക്വൽ ടു 5 lakh ഇസ് ഈക്വൽ ടു സം ഇഫ് വിത്തിൻ ബ്രാക്കറ്റ് അസറ്റുകളുടെ റേഞ്ച് സെലക്ട് ചെയ്തു, കോമ, കണ്ടീഷൻ ഏതാണ്? മോർ ദാൻ ഓർ ഈക്വൽ ടു, അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 lakh. ഇവിടെയും ലാസ്റ്റ് ആർഗ്യുമെൻ്റ് കൊടുക്കേണ്ടതില്ല, എൻ്റർ പ്രസ് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടി? 12,50,000. എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? 5 ലക്ഷം അല്ലെങ്കിൽ കൂടുതലുള്ളത് അല്ലേ, ലാൻഡും പ്ലാന്റും. ഇത് രണ്ടിൻ്റെ ടോട്ടൽ എത്ര വരുന്നുണ്ട്? 12,50,000. അപ്പോൾ ഒരു കണ്ടീഷനെ ബേസ് ചെയ്ത് ഒരു റേഞ്ച് ഓഫ് സെല്ലിലെ ടോട്ടൽ കണ്ടെത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ്, മാത്തമാറ്റിക്കൽ ഫംഗ്ഷനാണ് സം ഇഫ്. നമ്പറുകൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, അതല്ലെങ്കിൽ മറ്റ് പല മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസിലും സാധാരണ എന്ത് വരാറുണ്ട്? ഫ്രാക്ഷൻസ് വരാറുണ്ട്. ഒരു എക്സാമ്പിളാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. 25,431.2572. അപ്പോൾ 4 ഡെസിമൽ പ്ലേസസ് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യാറുള്ളത്? ഇത് റൗണ്ട് ചെയ്യാറുണ്ട് അല്ലേ. ഇത് നമ്മൾ ആഗ്രഹിക്കുന്ന അത്രയും ഡെസിമൽ പ്ലേസിലേക്ക്, അല്ലെങ്കിൽ ഡെസിമൽ പ്ലേസുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ നമ്പറിനെ റൗണ്ട് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് ഇനി പരിചയപ്പെടുന്നത്. ആ ഫംഗ്ഷനാണ് റൗണ്ട് ഫംഗ്ഷൻ. അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. 2 ഡെസിമൽ പ്ലേസിലേക്ക് റൗണ്ട് ചെയ്യാനാണ് ഞാൻ ആദ്യം ശ്രമിക്കുന്നത്. സീക്വൽ ടു റൗണ്ട്. റൗണ്ട് എന്നാണ് ആ ഫംഗ്ഷൻ. ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യണം. ദെൻ സെൽ അഡ്രസ്സാണ് ഇൻപുട്ട് ചെയ്യുന്നത് ആദ്യം. അതിനുശേഷം കോമ. ദെൻ എത്ര ഡെസിമൽ പ്ലേസസ് വേണം? ആദ്യം ഞാൻ 2 ഡെസിമൽ പ്ലേസസ് വേണമെന്നാണ് ഇൻപുട്ട് ചെയ്യുന്നത്. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ ചെയ്തു. ഈ നമ്പറിനെ 2 ഡെസിമൽ പ്ലേസസിലേക്ക് റൗണ്ട് ചെയ്ത് വന്നിട്ടുണ്ട് അല്ലേ. 257 എന്നാണ്. അതുകൊണ്ട് അത് 26ലേക്ക് റൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. സീക്വൽ ടു റൗണ്ട്. ഇതേ നമ്പർ തന്നെ ഒരു ഡെസിമൽ പ്ലേസിലേക്ക് റൗണ്ട് ചെയ്യണമെങ്കിൽ ഇവിടെ 1 എന്ന് കൊടുത്താൽ മതി. നേരത്തെ നമ്മൾ 2 എന്നാണ് കൊടുത്തത്, ഇപ്പോൾ 1 എന്ന് കൊടുത്തു. എൻ്റർ പ്രസ് ചെയ്യുമ്പോൾ നോക്കാം 25 എന്നുള്ളത് മാറി ഇവിടെ 0.3 എന്നായിട്ടുണ്ട്. ഒരു ഡെസിമൽ പ്ലേസിലേക്ക് റൗണ്ട് ചെയ്തു. വേറൊരു എക്സാമ്പിൾ നോക്കാം. സീക്വൽ ടു റൗണ്ട്, ബ്രാക്കറ്റ്, കോമ, 0 മീൻസ് 0 ഡെസിമൽ പ്ലേസസ്. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 31.25 ആണ്. അതുകൊണ്ട് അത് റിമൂവ് ചെയ്തു. ബാക്കി 25,431 എന്ന് റൗണ്ട് ചെയ്ത് വന്നിട്ടുണ്ട്. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. സീക്വൽ ടു റൗണ്ട്. ഇനി റൗണ്ട് ചെയ്യുന്നത് നിയറസ്റ്റ് 10ലേക്കാണ്. 431 ആണ്. 31 നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടണം? 430 കിട്ടണം. നമുക്ക് നോക്കാം. അതിനുവേണ്ടി ചെയ്യേണ്ടത് സെൽ അഡ്രസ് കൊടുത്തു, -1 ആണ് കൊടുക്കേണ്ടത്. -1 സീക്വൽ ടു 25,430 വന്നിട്ടുണ്ട് അല്ലേ. 31 എന്നുള്ളത് റൗണ്ട് ഡൗൺ ആണ് നടത്തിയിട്ടുള്ളത്. 25,430. ഇനി നിയറസ്റ്റ് 100ലേക്ക് ഒന്ന് റൗണ്ട് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ സെയിം ആണ്, പക്ഷേ അതിന് യൂസ് ചെയ്യുന്ന ആ കൗണ്ടിലാണ് മാറ്റം വരുന്നത്. -2 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. എത്ര വരും ആൻസർ? നിയറസ്റ്റ് 100 ആണ് പറഞ്ഞിരിക്കുന്നത്. 431 വരുന്നത്. ഇത് നിയറസ്റ്റ് 100 എന്ന് പറയുമ്പോൾ 400ലേക്ക് റൗണ്ട് ചെയ്യും. 25,400. അപ്പോൾ എങ്ങനെയാണ് റൗണ്ട് ഫംഗ്ഷനിൽ വരുന്ന വിവിധ തരത്തിലുള്ള കാൽക്കുലേഷൻസ്. ഇനി 2 മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് കൂടി പരിചയപ്പെടുന്നുണ്ട്. ഒന്ന് റൗണ്ട് അപ്പ്, മറ്റൊന്ന് റൗണ്ട് ഡൗൺ. അതെങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. സീക്വൽ ടു റൗണ്ട് അപ്പ് ആണ് ഫംഗ്ഷൻ. റൗണ്ട് അപ്പ്. സെൽ അഡ്രസ് സെലക്ട് ചെയ്തു, കോമ, നേരത്തെ പോലെ 2 എന്ന് കൊടുത്തു. എത്രയാണ് വരിക? 2 ഡെസിമൽ പ്ലേസ് ആണ്. റൗണ്ട് അപ്പ് ആണ് വരേണ്ടത്. ഇവിടെ 74 എന്ന് വരും.
7,4. മറ്റൊന്ന് നോക്കാം. റൗണ്ട് അപ്പ്. ദെൻ 1 ഡെസിമൽ പ്ലേസ് ആണെങ്കിലോ, 1 ഡെസിമൽ പ്ലേസ് ആണെങ്കിൽ 7 എന്നുള്ളത് എത്രയായിട്ട് മാറും? റൗണ്ട് അപ്പാണ്. 7 എന്നുള്ളത് 8 ആയിട്ട് മാറും. 8. ഓക്കെ. അടുത്തത് റൗണ്ട് വിത്തിൻ ബ്രാക്കറ്റ് സെൽ അഡ്രസ് കൊടുത്തു 0 എന്ന് കൊടുക്കണം. ഡെസിമൽ പ്ലേസസ് വേണ്ട, പക്ഷേ റൗണ്ട് അപ്പ് ആയിരിക്കണം. ഇപ്പോൾ 21 എന്നുള്ളത് എത്ര ആയിട്ടുണ്ടാവണം? 22 ആയിട്ടുണ്ടാവും. ദെൻ മറ്റൊരു എക്സാമ്പിൾ ഈക്വൽ ടു റൗണ്ട് അപ്പ് സെൽ അഡ്രസ് കൊടുത്തു കോമ -1. നിയറസ്റ്റ് 10 ആണ്. അപ്വേർഡ് റൗണ്ടിങ് ആണ് വരുന്നത്. 21 എന്നുള്ളത് എത്ര വരും? 30 വരും. ദെൻ നെക്സ്റ്റ് റൗണ്ട് അപ്പ് സെൽ അഡ്രസ് കോമ -2. -2 ആകുമ്പോൾ 100ലേക്കാണ് റൗണ്ട് ചെയ്യുന്നത്. റൗണ്ട് അപ്പാണ്. അപ്പോൾ 321 എന്നുള്ളത് റൗണ്ട് അപ്പ് ആകുമ്പോൾ 400ലേക്കാണ് റൗണ്ട് ചെയ്യുന്നത്. ഇങ്ങനെയാണ് റൗണ്ട് അപ്പ് ഫംഗ്ഷന് പ്രവർത്തിക്കുന്നത്. ഇനി റൗണ്ട് ഡൗൺ ഫംഗ്ഷൻ നമുക്ക് പരിചയപ്പെടാം. ഈക്വൽ ടു റൗണ്ട് ഡൗൺ ഇൻ ബ്രാക്കറ്റ് സെൽ അഡ്രസ് ദെൻ നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് 2 എന്ന് കൊടുത്തു. എത്ര വരും? 735 എന്നാണ്. 74 എന്നാവോ? ഇല്ല. എത്രയാണ് ആവുക? റൗണ്ട് ഡൗൺ ആണ് കൊടുത്തിരിക്കുന്നത്. 73 എന്ന് വരും. 73 ഈക്വൽ ടു റൗണ്ട് ഡൗൺ. ഇനി 1 ഡെസിമൽ പ്ലേസ് ആണെങ്കിൽ നമ്മൾ 1 എന്ന് കൊടുക്കണം. ഇത് എത്ര വരും? 7 എന്ന് വരും അല്ലേ? 7 എന്ന് വരും. അടുത്തത് ഈക്വൽ ടു റൗണ്ട് ഡൗൺ. ഇവിടെ 0 ഡെസിമൽ പ്ലേസ് ആണ് പറയുന്നത്. എന്ന് പറയുമ്പോൾ 21 321 എന്നാണ് റൗണ്ട് ചെയ്യുന്നത്. 321. ഓക്കെ. അടുത്തത് റൗണ്ട് ഡൗൺ ഇൻ ബ്രാക്കറ്റ് സെൽ അഡ്രസ് ദെൻ കോമ -1. 10ലേക്കാണ് റൗണ്ട് ചെയ്യുന്നത്. റൗണ്ട് ഡൗൺ ആണ്. അപ്പോൾ 20ലേക്കാണ് റൗണ്ട് ചെയ്യുക. 20. ദെൻ ലാസ്റ്റ് വൺ റൗണ്ട് ഡൗൺ ഇൻ ബ്രാക്കറ്റ് സെൽ അഡ്രസ് ദെൻ കോമ -2. റൗണ്ട് ഡൗൺ നിയറസ്റ്റ് 100. അപ്പോൾ 321 എന്നുള്ളത് എത്രയിലേക്ക് റൗണ്ട് ചെയ്യും? 300ലേക്ക് റൗണ്ട് ചെയ്യും. 45,300. ഇങ്ങനെയാണ് റൗണ്ട് ഡൗൺ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. മാത്തമാറ്റിക്കൽ ഫംഗ്ഷനിൽ വരുന്ന പ്രധാനപ്പെട്ട 5 ഫംഗ്ഷൻസ് നമ്മൾ പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. ദെൻ അതിൻ്റെ സിൻടാക്സും എക്സാമ്പിൾസുകളോട് നമുക്കൊന്നുകൂടി പരിചയപ്പെടാം. സം. This function is used to get the sum of the given numbers, cells or range of cells. നമ്പറുകൾ ടോട്ടൽ ചെയ്യാം. സെൽ അഡ്രസ്സുകൾ കൊടുക്കുകയാണെങ്കിൽ ആ സെൽ അഡ്രസ്സുകളിലെ നമ്പറുകൾ കണ്ടെത്തി അതിൻ്റെ ടോട്ടൽ പറഞ്ഞു തരും. ദെൻ റേഞ്ചാണ് കൊടുക്കുന്നതെങ്കിൽ ആ റേഞ്ച് ഓഫ് സെല്ലിൽ വരുന്ന നമ്പറുകളുടെ ടോട്ടൽ ഡിസ്പ്ലേ ചെയ്യും. ഇതിൻ്റെ സിൻടാക്സ് നോക്കാം. ഈക്വൽ ടു സം നമ്പർ 1, നമ്പർ 2, നമ്പർ 3. നമുക്ക് ആവശ്യമായ നമ്പറുകൾ ഇൻപുട്ട് ചെയ്യണം. കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യണം. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. എക്സാമ്പിൾ ആണ് ഈക്വൽ ടു സം 25, 35, 45. മറ്റൊരു സിൻടാക്സ് നോക്കാം. നമ്പർ കൊടുക്കുന്നതിന് പകരം എന്ത് കൊടുക്കാം? സെൽ അഡ്രസ്സുകൾ A1, A2, A3 എന്നുള്ള രീതിയിൽ സെൽ റെഫറൻസുകൾ നമുക്ക് ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ സെൽ റെഫറൻസുകളാണ് കൊടുക്കുന്നതെങ്കിൽ ആ സെൽ റെഫറൻസിൽ വരുന്ന നമ്പറുകളുടെ ടോട്ടലാണ് ഈ ഫംഗ്ഷൻ ഔട്ട്പുട്ടായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത്. മറ്റൊരു സിൻടാക്സ് നോക്കാം. ഈക്വൽ ടു സം റേഞ്ച് 1, റേഞ്ച് 2. ഒന്നിലധികം റേഞ്ചുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്ത് ടോട്ടൽ ചെയ്യാം. ഇനി ഒരു റേഞ്ച് മാത്രമാണെങ്കിൽ അങ്ങനെയും നമുക്ക് അതിൻ്റെ ടോട്ടൽ കണ്ടെത്താൻ പറ്റും. എക്സാമ്പിൾ നോക്കാം. ഈക്വൽ ടു സം A1 to A3. A1 മുതൽ A3 വരെയുള്ള നമ്പറുകളുടെ അല്ലെങ്കിൽ ആ സെല്ലിലെ നമ്പറുകളുടെ ടോട്ടൽ പറഞ്ഞു തരും. പിന്നീട് നമ്മൾ പരിചയപ്പെട്ടത് ഏതാണ്? സമ്മിഫ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. ദിസ് ഫംഗ്ഷൻ ഈസ് ലിറ്റിൽ ഡിഫറെൻറ്റ് ഫ്രം സം ഫംഗ്ഷൻ. ചെറിയൊരു ഡിഫറൻസ് ആണ് ഇതിൽ നിന്നുള്ളത്. സം എന്ന് പറയുന്ന ഫംഗ്ഷനിൽ നിന്ന് സമ്മിഫ് ഫംഗ്ഷന് നമ്മൾ കണ്ടത് എന്താണ്? അതിൻ്റെ ഡിഫറൻസ് എന്താണ്? സമ്മിഫ് ഫംഗ്ഷൻ വിൽ ആഡ് ഓൺലി ദോസ് ഫിഗേഴ്സ് ഫ്രം എ പർട്ടിക്കുലർ റേഞ്ച് വിച്ച് സാറ്റിസ്ഫൈസ് എ കണ്ടീഷൻ. ഒരു കണ്ടീഷനെ ബേസ് ചെയ്ത് നമ്പറുകൾ കണ്ടെത്തി ആ നമ്പറുകളുടെ അല്ലെങ്കിൽ ആ എമൗണ്ടുകളുടെ ടോട്ടൽ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഏത് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്? സമ്മിഫ് ഫംഗ്ഷന് ഉപയോഗിക്കുന്നത്. അതിൻ്റെ സിൻടാക്സ് നോക്കാം. ഇസ് ഈക്വൽ ടു സമ്മിഫ് വിത്തിൻ ബ്രാക്കറ്റ് റേഞ്ച്, ക്രൈറ്റീരിയ, സം റേഞ്ച്.
ഇതിൽ ഓരോ ആർഗ്യുമെൻസും എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. വേർ റേഞ്ച് മീൻസ് ദ റേഞ്ച് ഓഫ് സെൽസ് ടു വിച്ച് ദ ക്രൈറ്റീരിയ ആർ ടു ബി അപ്ലൈഡ്. ഇപ്പോൾ റേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ആ കണ്ടീഷൻ ഏത് റേഞ്ചിലുള്ള സെല്ലുകളിലാണ് അപ്ലൈ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണത് സെർച്ച് ചെയ്യേണ്ടത്, ആ റേഞ്ച് ഓഫ് സെൽസ് ആണ് ആദ്യം ഇൻപുട്ട് ചെയ്യുന്നത്. ദെൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന കണ്ടീഷൻ ഏതാണോ അത് നമ്മൾ ഇൻപുട്ട് ചെയ്യണം. ദെൻ ലാസ്റ്റ് സം റേഞ്ച് എന്ന് പറയുന്നത് ഓപ്ഷണലാണ്. നമ്മൾ നേരത്തെ എക്സാമ്പിൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ചില സമയങ്ങളിൽ നമുക്ക് സം റേഞ്ച് കൊടുക്കേണ്ടി വരും. സെർച്ച് ചെയ്യുന്ന ഏരിയയും സം ചെയ്യേണ്ട ഏരിയയും തമ്മിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ 2 റേഞ്ചുകൾ കൊടുക്കേണ്ടി വരും. സെർച്ച് ചെയ്യുന്ന ഏരിയയിൽ തന്നെയാണ് സം ചെയ്യേണ്ട നമ്പറുകൾ ഉൾപ്പെട്ടിട്ടുള്ളതെങ്കിൽ അത് നമുക്ക് ഓപ്ഷണലാണ്. അതുകൊണ്ട് നമുക്ക് ആ മൂന്നാമത്തെ ആർഗ്യുമെന്റ് നമുക്ക് ഒഴിവാക്കാം. സം റേഞ്ച് ഈസ് ഓപ്ഷണൽ, ഈസ് ദ റേഞ്ച് ഫ്രം വിച്ച് വാല്യൂസ് ആർ സമ്ഡ്. സമ്മി ഫംഗ്ഷന് ശേഷം നമ്മൾ പരിചയപ്പെട്ടത് റൗണ്ട് ഫംഗ്ഷൻ. ഓഫൺ വൈൽ ക്യാരിയിങ് ഔട്ട് ഡിവിഷൻസ്, കാൽക്കുലേറ്റിംഗ് ഇൻട്രസ്റ്റ് എക്സെട്ര, ദ എൻഡ് റിസൾട്ട് മേ ബി ഇൻ ഫ്രാക്ഷൻ. ഡിവിഷൻസ് മറ്റ് കാൽക്കുലേഷൻസ് എല്ലാം ചെയ്യുന്ന സമയത്ത് ഫ്രാക്ഷൻസ് വരാനുള്ള സാധ്യത ഉണ്ട്. കാൽക്ക് പ്രൊവൈഡ്സ് റൗണ്ട് ഫംഗ്ഷൻ ടു റൗണ്ട് ഓഫ് എ നമ്പർ ടു എ സർട്ടൻ നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ്. നമ്മൾ ആഗ്രഹിക്കുന്ന അത്രയും ഡെസിമൽ പ്ലേസുകളിലേക്ക് അതിനെ നമുക്ക് ആ നമ്പറിനെ റൗണ്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഫംഗ്ഷനാണ് റൗണ്ട് ഫംഗ്ഷൻ. അതിൻ്റെ സിൻടാക്സ് നോക്കാം. ഇസ് ഈക്വൽ ടു റൗണ്ട് നമ്പർ കൗണ്ട്. അതിൽ നമ്പർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ നമ്പർ ടു റൗണ്ട് ടു സ്പെസിഫൈഡ് നമ്പർ ഓഫ് ഡിജിറ്റ്സ്. ആദ്യം ഇൻപുട്ട് ചെയ്യുന്നത് നമ്പറാണ്. ആ നമ്പർ ഇൻപുട്ട് ചെയ്യുന്നതിന് പകരം സെൽ അഡ്രസ് ഇൻപുട്ട് ചെയ്താലും മതി, സെൽ റെഫറൻസ് ഇൻപുട്ട് ചെയ്താലും മതി. കൗണ്ട് എന്ന് പറയുന്ന ആർഗ്യുമെന്റ് എന്തിനു വേണ്ടിയിട്ടാണ്? എത്ര ഡെസിമൽ പ്ലേസിലേക്കാണ് ആ നമ്പർ, നമ്മൾ ഇൻപുട്ട് ചെയ്തിട്ടുള്ള നമ്പർ റൗണ്ട് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൗണ്ട് എന്ന് പറയുന്ന ആർഗ്യുമെന്റ് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത്. 5 എക്സാമ്പിളുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇതിലെല്ലാം ഇൻപുട്ട് ചെയ്തിട്ടുള്ള നമ്പർ സെയിം ആണ്. നമ്മൾ നേരത്തെ പ്രാക്ടിക്കലി ചെയ്ത സെയിം നമ്പറാണ് ഇവിടെയും കാണിച്ചിട്ടുള്ളത്. കൗണ്ടിലാണ് ഡിഫറൻസ് വരുന്നത്. ഫസ്റ്റ് എക്സാമ്പിളിൽ കൗണ്ട് 2 കൊടുത്തു, അതുകൊണ്ട് ഡെസിമൽ പ്ലേസസ് 2 ഡെസിമൽ പ്ലേസിലേക്ക് റൗണ്ട് ചെയ്തു. ദെൻ 1 എന്ന് കൊടുത്തപ്പോൾ 1 ഡെസിമൽ പ്ലേസ് ആയി. 0 കൊടുത്തപ്പോൾ 0 ഡെസിമൽ പ്ലേസ്. -1 എന്നാണ് കൊടുക്കുന്നതെങ്കിൽ നിയറസ്റ്റ് 10, -2 ആണെങ്കിൽ നിയറസ്റ്റ് 100, -3 ആണെങ്കിൽ നിയറസ്റ്റ് 1000. ആ രീതിയിൽ അതിൻ്റെ കാൽക്കുലേഷൻ മുന്നോട്ട് പോകും. പിന്നീട് നമ്മൾ പരിചയപ്പെട്ടതാണ് റൗണ്ട് അപ്പ്. അപ്വേർഡ് ഡയറക്ഷനിൽ മാത്രം റൗണ്ട് ചെയ്യാനാണ് റൗണ്ട് അപ്പ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ദിസ് ഫംഗ്ഷൻ ഈസ് സിമിലർ ടു റൗണ്ട് ഫംഗ്ഷൻ. ദിസ് ഫംഗ്ഷൻ റൗണ്ട്സ് എ നമ്പർ അപ്പ് എവേ ഫ്രം 0. മുകളിലേക്ക് മാത്രമാണ് റൗണ്ട് ചെയ്യുന്നത്. വിത്തൗട്ട് കൺസിഡറിങ് ദ വാല്യൂ നെക്സ്റ്റ് ടു ദ റൗണ്ടിങ് ഡിജിറ്റ്. അപ്പോൾ റൗണ്ടിങ് ഡിജിറ്റ് നോക്കി അതിൻ്റെ 0.5 ആണോ അതിൽ കൂടുതലുണ്ടോ എന്നൊന്നും ചെക്ക് ചെയ്യുന്നില്ല. ഏത് സമയത്തും മുകളിലേക്ക് മാത്രം റൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് റൗണ്ട് അപ്പ് ഫംഗ്ഷൻ. അതിൻ്റെ സിൻടാക്സ് നോക്കാം. ഈക്വൽ ടു റൗണ്ട് അപ്പ് നമ്പർ കൗണ്ട്. നമ്പർ ഇറ്റ് ഈസ് ദ നമ്പർ ടു റൗണ്ട് ടു സ്പെസിഫൈഡ് നമ്പർ ഓഫ് ഡിജിറ്റ്സ്. അപ്പോൾ ഈ നമ്പർ എന്ന് പറയുന്നത് റൗണ്ട് ഫംഗ്ഷൻ പോലെ തന്നെയാണ്. നമുക്ക് റൗണ്ട് ചെയ്യേണ്ട നമ്പറാണ് ഇവിടെ ഇൻപുട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ സെൽ റെഫറൻസ് ആണ് ഇൻപുട്ട് ചെയ്യേണ്ടത്. ദെൻ കൗണ്ട് എന്താണ്? ഇറ്റ് സ്പെസിഫൈസ് ദ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ടു റൗണ്ട് ദ നമ്പർ. എത്ര ഡെസിമൽ പ്ലേസിലേക്ക് റൗണ്ട് ചെയ്യണം എന്നാണ് സെക്കൻഡ് ആർഗ്യുമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾസ് നമുക്കൊന്ന് നോക്കാം. 5 എക്സാമ്പിൾസ് ഉണ്ട്. ഈ 5 എക്സാമ്പിളിലും ഒരേ നമ്പറുകളാണ് കൊടുത്തിരിക്കുന്നത്. റൗണ്ട് ഫംഗ്ഷൻ പോലെ തന്നെ കൗണ്ടിലാണ് ഡിഫറൻസ് വരുന്നത്. ഇവിടെ എല്ലാം റൗണ്ട് ചെയ്യുന്നത് അപ്വേർഡാണ്. അതിൻ്റെ റിസൾട്ട് നോക്കിയാൽ അറിയാം. ഫസ്റ്റ് കേസിൽ 2 ഡിജിറ്റിലേക്കാണ് റൗണ്ട് ചെയ്യുന്നത്. 74 എന്ന് റൗണ്ട് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് 1 ഡെസിമൽ പ്ലേസിലേക്കാണ് റൗണ്ട് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ 7 എന്നാണ് വരേണ്ടത്. പക്ഷെ എത്രയാണ് വന്നിരിക്കുന്നത്? ഇവിടെ 3 ആയിട്ട് പോലും 8ലേക്കാണ് റൗണ്ട് ചെയ്തത്. അതാണ് റൗണ്ട് അപ്പ് ഫംഗ്ഷൻ്റെ പ്രത്യേകത. ദെൻ 0 ഡെസിമൽ പ്ലേസ് ആണ്, 22 ആണ് വന്നിരിക്കുന്നത്. റൗണ്ട് അപ്പ് ആണ്. ഇവിടെ 10 ആണ്, ഇപ്പോൾ 21 ആണ്. അത് 20ലേക്ക് റൗണ്ട് ചെയ്തിട്ടില്ല. റൗണ്ട് അപ്പ് ആയത് കാരണം 30ലേക്കാണ് റൗണ്ട് ചെയ്തിട്ടുള്ളത്. ദെൻ -2. ഇത് റൗണ്ട് ഫംഗ്ഷൻ ആണെങ്കിൽ 300ലേക്കാണ് റൗണ്ട് ചെയ്യുന്നത്. റൗണ്ട് അപ്പ് ഫംഗ്ഷൻ ആയതുകൊണ്ട് അത് എത്രയിലേക്ക് റൗണ്ട് ചെയ്തിട്ടുണ്ട്? 400ലേക്ക് റൗണ്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഇന്നത്തെ ക്ലാസ്സിൽ അവസാനം പരിചയപ്പെട്ട ഫംഗ്ഷനാണ് റൗണ്ട് ഡൗൺ ഫംഗ്ഷൻ. ഇത് റൗണ്ട് അപ്പ് ഫംഗ്ഷന്റെ ഓപ്പോസിറ്റ് ഫംഗ്ഷൻ ആണ്. ദിസ് ഫംഗ്ഷൻ ഡസ് ദ ഓപ്പോസിറ്റ് ഓഫ് റൗണ്ട് അപ്പ്. ഇറ്റ് റൗണ്ട്സ് എ നമ്പർ ഡൗൺ ടുവേർഡ്സ് 0. അപ്പോൾ താഴേക്ക് റൗണ്ട് ചെയ്യാൻ മാത്രം ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് റൗണ്ട് ഡൗൺ ഫംഗ്ഷൻ. അതിൻ്റെ സിൻടാക്സും റൗണ്ട് അപ്പ് ഫംഗ്ഷൻ പോലെ തന്നെയാണ്. ഈസ് ഈക്വൽ ടു റൗണ്ട് ഡൗൺ നമ്പർ
കൗണ്ട്. ദെൻ അതിൽ നമ്പർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ നമ്പർ ടു റൗണ്ട് ടു സ്പെസിഫൈഡ് നമ്പർ ഓഫ് ഡിജിറ്റ്സ്. കൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് സ്പെസിഫൈസ് ദ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ടു റൗണ്ട് ദ നമ്പർ. ഈ റൗണ്ട് ചെയ്യേണ്ട ഇത് ഏത് രീതിയിലാണ്, എത്ര ഡെസിമൽ പ്ലേസ് വേണം, അത് 10ലേക്കാണോ 100ലേക്കാണോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് കൗണ്ട് എന്ന് പറയുന്ന ആർഗ്യുമെൻ്റ് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത്. 5 എക്സാമ്പിൾസ് ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. നമ്പറുകളെല്ലാം സെയിം ആണ്, കൗണ്ടിലാണ് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഒന്ന് പരിശോധിക്കാം. ഇവിടെ 2 ഡെസിമൽ പ്ലേസിലേക്കാണ് റൗണ്ട് ചെയ്യേണ്ടത്. 735 എന്ന് പറയുമ്പോൾ റൗണ്ട് ഫംഗ്ഷൻ ആണെങ്കിൽ 74 എന്നാണ് വരിക. ഇവിടെ റൗണ്ട് ഡൗൺ ഫംഗ്ഷൻ ഉപയോഗിച്ചതുകൊണ്ട് എന്താണ് വന്നിട്ടുള്ളത്, 73 എന്നാണ് വന്നിട്ടുള്ളത്. ഇത് സിംഗിൾ ഡിജിറ്റിലേക്ക് റൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ റൗണ്ട് ഫംഗ്ഷൻ ആണെങ്കിൽ 22 ആണ് വരിക. 21.7 വരുമ്പോൾ അത് 22 വരും. ഇത് റൗണ്ട് ഡൗൺ ഫംഗ്ഷൻ ആയതുകൊണ്ട് 21ലേക്കാണ് അത് റൗണ്ട് ചെയ്തിട്ടുള്ളത്. ദെൻ 21 എന്നുള്ളത് 20ലേക്ക് റൗണ്ട് ചെയ്തു, നിയറസ്റ്റ് 10 ആണ്. ഇത് 321 എന്ന് പറയുന്നത് റൗണ്ട് ഡൗൺ ആയതുകൊണ്ട് 300ലേക്കാണ് റൗണ്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് റൗണ്ട് ഡൗൺ ഫങ്ഷൻസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ. ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ സമ്മ്, ദെൻ സം ഇഫ്, റൗണ്ട്, റൗണ്ട് അപ്പ് ആൻഡ് റൗണ്ട് ഡൗൺ. ഈ 5 പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇതിലെന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ടെക്സ്റ്റ് മാനിപ്പുലേഷൻ ഫങ്ഷൻസ് നമുക്ക് അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യാം.